മൂന്ന് പത്തുകൾ വളരെ മഹത്വമുള്ള പത്താണല്ലോ അല്ലാഹ്. ആ മൂന്ന് പത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പത്താണല്ലോ അല്ലാഹ്. റമദാൻ മാസത്തിലെ അവസാനത്തെ പത്ത്, മുഹറം മാസത്തിലെ ആദ്യത്തെ പത്ത്, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ പത്ത്, ഈ വർഷത്തെ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ പത്തിലെ ആദ്യ രാവിലാണല്ലോ അല്ലാഹ്. ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയത് അല്ലാഹ്. യാ അല്ലാഹ് യാ അല്ലാഹ്. ഈ രാത്രിയുടെ ഹുർമത്ത് കൊണ്ട് അല്ലാഹ്, ഈ മാസത്തിന്റെ ഹുർമത്ത് കൊണ്ട് അല്ലാഹ്, ഈ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളെ ഹജ്ജ് കൊണ്ട് അല്ലാഹ്, യാ അല്ലാഹ് ഈ വർഷം വിശുദ്ധ ഹജ്ജ് കർമ്മത്തിലെത്തുന്ന എന്റെ ഔലിയാക്കളുടെ ആലിമീങ്ങളുടെ സ്വാലിഹീങ്ങളുടെ മഹാന്മാരുടെ ഹജ്ജ് കൊണ്ട് അല്ലാഹ്, മറ്റു മുസ്ലിമാരുടെ ഹജ്ജ് കൊണ്ട് അല്ലാഹ്, അല്ലാഹ് ഈ സ്റ്റേജിലും സദസ്സിലുമൊക്കെയുള്ള എല്ലാവരെയും അല്ലാഹ് ഇവിടെ പങ്കെടുത്ത സർവ്വ സഹോദര സഹോദരിമാരെ അല്ലാഹ് എല്ലാവരെയും സ്വീകരിക്കണേ അല്ലാഹ്. യാ അല്ലാഹ് യാ അല്ലാഹ്. നല്ല രാവിലെ നല്ലൊരു സദസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങളേറെ സന്തോഷവാന്മാരാണ് അല്ലാഹ്. അല്ലാഹു അഹ്ലു ബദരീൻ അവർ ബദരീകളാണ്, ബദരീകളാണവർ. മുസ്തജാബു ലിദിക്രിഹിം അവരെ പേര് പറയും കാരണമായി ഇജാബത്ത് ലഭിക്കും എന്ന് പരിചയപ്പെടുത്തിയ ബദരീകളെ പേര് പറഞ്ഞ സദസ്സാണ് അല്ലാഹ്. അല്ലാഹു സ്വഹാക്കളുടെ പേര് പറഞ്ഞ സദസ്സാണ് അല്ലാഹ്. നിരവധി അരിമത്തിന്റെ പേര് പറഞ്ഞ മദീസാണ് അല്ലാഹ്. ധാരാളം സ്വാലിഹീങ്ങളെ അല്ലാഹ് പേര് പറഞ്ഞ സദസ്സാണ് അല്ലാഹ്. അല്ലാഹ് ഇവിടെ നടന്ന ദുആകളെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. ബഹുമാന്യരായ തങ്ങളവர்கள் ഉസ്താദ് ഉൾപ്പെടെ യാ അല്ലാഹ് നടന്ന ദുആകളെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാ ദുആകളും ഇജാബത്തുള്ള ദുആകളായി നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. യാ അല്ലാഹ് കഴിഞ്ഞ വർഷമൊക്കെ ഹജ്ജിന് യാ അല്ലാഹ് കൂടെ ഉണ്ടായിരുന്നവർ, അല്ലാഹ് ഹജ്ജ് മാസത്തിലുണ്ടായിരുന്നവർ, യാ അല്ലാഹ് യാ അല്ലാഹ് ഒരിക്കലും കഴിഞ്ഞ വർഷത്തെ ദുൽഹിജ്ജ അവരുടെ അവസാനത്തെ ഹജ്ജ് ദുൽഹിജ്ജ മാസമാണ്, അവസാനത്തെ ആദ്യത്തെ പത്താണ് എന്നൊന്നും ഒരിക്കലും അവരോ അവരുടെ മക്കളോ ഭർത്താക്കന്മാരോ ഭാര്യമാരോ പേരമക്കളോ കുടുംബങ്ങളോ വിചാരിച്ചതല്ല അല്ലാഹ്. യാ അല്ലാഹ് യാ അല്ലാഹ്. അല്ലാഹുല്ലാഹി തആല യദ്രി വലാ യദ്രി. നിന്റെ ഖളാഉ നടക്കും, അതെങ്ങനെ നടക്കും, എവിടെ വെച്ച് നടക്കും ഒരാൾക്കും പറയാൻ കഴിയില്ല അല്ലാഹ്. യാ അല്ലാഹ് യാ അല്ലാഹ്. കഴിഞ്ഞ വർഷം നമ്മോടൊപ്പം ഉണ്ടായ എത്രയോ ആളുകൾ ഇന്ന് ഈ വർഷം ഞങ്ങളോടൊപ്പം ഇല്ലല്ല അല്ലാഹ്. അടുത്ത വർഷം ഈ സമയമാകുമ്പോ സാധുക്കളായ ഞങ്ങളുണ്ടാകുമോ എന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാഹ്. ഈ ജീവിതത്തിലെ അവസാനത്തെ സമയമാണെന്നറിയാൻ കഴിയില്ല അല്ലാഹ്. യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സിന്റെ പൊരുത്തത്തിനായി തൃപ്തിയിലായി നൽകി അല്ലാഹ്. ഇബാദത്തിന് വേണ്ടി പടക്കപ്പെട്ടവരാണല്ല അല്ലാഹ്. യാ അല്ലാഹ് യാ അല്ലാഹ്. ഇബാദത്തിനായി ആഫിയത്തുള്ള ദീർഘായുസ്സ് നീ നൽകണേ അല്ലാഹ്. യാ അല്ലാഹ് പെട്ടെന്ന് റൂഹിനെ കുറിച്ച് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാഹ്. യാ അല്ലാഹ് യാ അല്ലാഹ്. യാ അല്ലാഹ് ഇബാദത്തിനായി ത്വഅത്തിനായി അമലിനായി ദീനിന്റെ ഖിദ്മയിനായി ദീനിന്റെ ഖിദ്മയിനായി സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മയിനായി യാ അല്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. യാ അല്ലാഹ് യാ അല്ലാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ അല്ലാഹ് സയ്യിദ് അഹ്മദ് ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അദീം അല്ലാഹ് അവിടുത്തെ ദറജ നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. യാ അല്ലാഹ് അവരുടെ യാ അല്ലാഹ് ഉപ്പ സയ്യിദ് ഹാമിദ് ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അദീം ദുൽഹിജ്ജ മാസത്തിലാണ് അയ്യാമുൽ തശ്രീഖിലാണ് മരണപ്പെട്ടത്. ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ മർഹൂം ഉമർ ഫാറൂഖ് ബുഖാരി തങ്ങള് ദുൽഹിജ്ജ മാസത്തിലാണ് അയ്യാമുൽ തശ്രീഖിലാണ്. അല്ലാഹ് അങ്ങനെ പലരും ഈ മാസത്തിൽ വഫാത്തായവരുണ്ട്. എല്ലാവരുടെയും ഹദ്റത്തിലേക്ക് എല്ലാ ഖൈറാത്തിന്റെയും സവാബ് എത്തിക്കണേ അല്ലാഹ്. യാ അല്ലാഹ് യാ അല്ലാഹ്. പ്രിയപ്പെട്ട ഉപ്പയുടെ അല്ലാഹ് എല്ലാമായ ഉസ്താദ് പെരിങ്ങത്തൂർ ആലിക്കുട്ടി മുസ്ലിയാർ ദുൽഹിജ്ജ മാസത്തിലാണ് ആദ്യത്തെ 10 മരണപ്പെട്ടത്. അല്ലാഹ്
ശിഷ്യനും ഉസ്താദും തമ്മിലുള്ള ബന്ധം എത്ര വലുതായിരുന്നു. മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഇതവസാനത്തെ കാഴ്ചയാണ്. ഈ നമ്മുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ പോലെ തന്നെ പിന്നെ മരണമാണല്ലോ സംഭവിച്ചത്. നിസ്കാരത്തിനായി സുജൂദിനായി മരണപ്പെട്ടവരാണല്ല ഇദ്ദേഹത്തിനെതിരെ സംസാരിച്ച് മഗ്‌രിബ് വരെ അസ്ർ മുതൽ മഗ്‌രിബ് വരെ സംസാരിച്ച് ഇനിയിപ്പോ മഗ്‌രിബ് കഴിഞ്ഞ് ബാക്കി പറയാമെന്ന് പറഞ്ഞ് ആ മഗ്‌രിബ് ജമാഅത്തിലാണല്ലോ മരണപ്പെട്ടത്. അങ്ങനെ പലരെയും ഓർക്കേണ്ടവരുണ്ട്. ഞങ്ങൾ അല്പമാരുമായി ബന്ധപ്പെട്ടവർ എല്ലാ ഉലമാക്കളും ആരൊക്കെ അലിമീങ്ങളും പണ്ഡിതന്മാരും മരണപ്പെട്ടവരുണ്ടോ സഹോദര സഹോദരിമാരും അവരെയൊക്കെ കബറുകളിലേക്ക് ഇതിന്റെ സവാബിനെ എത്തിക്കുകയുണ്ടോ. സഹോദരങ്ങളെയും കുടുംബത്തെയും വളരെ ആത്മാർത്ഥമായി മഹബത്തിലും ചേർന്ന് സഹോദരി ഈ അടുത്ത ദിവസം മരണപ്പെട്ടത് കൊണ്ട് കബറിൽ വലിയ സന്തോഷം നൽകണേ. അവരെ ഭർത്താവും അവരെ മക്കളും കുടുംബങ്ങളും മരുമക്കളും എല്ലാവരും ഈ സദസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. ജീവിതകാലത്ത് ഹയാത്ത് കാലത്ത് അവർക്ക് ദൈവങ്ങൾ ഈ കബൂൽ ചെയ്യണേ. അജ്മീർ യാത്രയിൽ അഹമ്മദാബാദിൽ വെച്ചാണ് അവർ മരണപ്പെട്ടത്. ഒരിക്കൽ പോലും ശബ്ദം വർഷങ്ങളോളം അവിടെ ചികിത്സയോ ഞങ്ങൾക്കോ ഞങ്ങളുടെ സഹോദരങ്ങൾക്കോ ഒരു ഘട്ടത്തിൽ പോലും ഒരാൾക്കും ഉസ്താദിനും തോറ്റിട്ടില്ല. വളരെ ഹിജാബോട് കൂടെ കഴിഞ്ഞ കുടുംബം അങ്ങനെ പല ഈ അടുത്ത ദിവസങ്ങളിലായി മരണപ്പെട്ടവർ നിങ്ങളുടെ ഉപ്പയുടെ പെണ്ണുകൾ അവരെ കബർ ജീവിതത്തിൽ ഏറ്റവും ആദ്യത്തെ രാത്രിയാണ്. അവരുടെ കബർ ജീവിതം നീ സന്തോഷമാക്കണേ. പ്രിയപ്പെട്ട മുഹമ്മദ് മുസ്ലിയാർ കുട്ടുംപുറം പ്രായമേറെയുണ്ടായിട്ട് എത്രയോ തവണ നമ്മുടെ മജ്‌ലിസിൽ വന്നതാണ്. വളരെ ആത്മാർത്ഥമായി നമ്മളെ സ്നേഹിച്ചവരാണ്. അവരുടെ ഭാര്യ ഇങ്ങനെ മരണപ്പെട്ട് അങ്ങനെ തുടങ്ങി പലരും മരണപ്പെട്ട ആണ്ടിന്റെ സമയം ആണ്ടിന്റെ ആഴ്ച ദിവസം നേരത്തെ നമ്മുടെ പേര് പറഞ്ഞവർ ഈ സദസ്സിൽ പങ്കെടുത്ത ഓരോരുത്തരുടെയും മാതാപിതാക്കളോട് ഭഗവത്തിലേക്ക് എല്ലാം എത്തിക്കണേ. ഉമ്മ ഉപ്പ ഉൾപ്പെടെ ഉമ്മ ഉൾപ്പെടെ അവരുടെ പെങ്ങളും മകളും ഉൾപ്പെടെ പേരമകൾ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഈ അടുത്തായി മരണപ്പെട്ടവർ എല്ലാവരുടെയും കബർ ജീവിതം നീ സന്തോഷമാക്കണേ. ഈ സ്റ്റേജിലും സദസ്സിലും ഒക്കെ ഉണ്ടാകേണ്ട പലരും ഒരൊറ്റ സദസ്സും മുടങ്ങാതെ സ്ഥിരമായി പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു സദസ്സിൽ മുടങ്ങിയതായി പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. ആ നിലയ്ക്ക് ഞങ്ങളെ മജ്‌ലിസിലൊക്കെ സ്ഥിരമായി പങ്കെടുക്കുന്ന പലരും വിശുദ്ധ ഹജ്ജ് കർമ്മത്തിലാണ്. നീ അവരുടെ ഹജ്ജുകളും ഉംറകളും സ്വീകരിക്കണേ. അവരുടെ എല്ലാ ദുആകളിലും ഞങ്ങളെ നീ ഓർമ്മിപ്പിക്കണേ. ഈ സദസ്സിൽ പങ്കെടുക്കുന്ന പലരുടെയും പങ്കെടുത്ത പലരുടെയും ഉമ്മമാര് ഹജ്ജിന് പുറപ്പെട്ടു ഉപ്പമാര് ഹജ്ജിന് പുറപ്പെട്ടെന്ന് പറഞ്ഞ് അടുത്ത വർഷത്തിലേക്ക് പറഞ്ഞ് മകൻ മരണപ്പെട്ട ആണ്ടിന്റെ സമയമാണ്. ഉപ്പ മരണപ്പെട്ട് അടുത്ത ദിവസമാണ്. വർഷത്തിലേക്കുള്ള സഹായത്തെ ഞങ്ങളോട് പറഞ്ഞത് ഈ സന്തോഷങ്ങളെ മരണപ്പെട്ടത് ഈ സന്തോഷങ്ങളെ ശാരീരികമായ നല്ല വേദനകളും കടത്തിലും പ്രയാസങ്ങളുമുണ്ട്. വൈദ്യന്മാരെയും ഡോക്ടർമാരെയൊക്കെ കാണിച്ച് ഇവിടെ വന്നാലുണ്ട്.
നീ സദസ് കഴിഞ്ഞ് പങ്കെടുക്കാമെന്ന് കരുതി പുറപ്പെടുന്നവരുണ്ട് അല്ലാ. യാ അല്ലാഹ് എല്ലാവിധ ശാരീരികമായ രോഗങ്ങൾക്കും പിന്നാക്കളെയല്ല അല്ലാഹ്. യാ അല്ലാഹ് ചെറിയ വേദനകളാണെങ്കിലും അല്ലാഹ് വലിയ അസുഖങ്ങളാണെങ്കിലും അല്ലാഹ് നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. പ്രായമുള്ള ഞങ്ങളെ ഉമ്മമാരും ഉപ്പമാരും അല്ലാഹ് ഞങ്ങളാക്കിയവരാണ് ഞങ്ങളെ മാതാപിതാക്കൾ അല്ലാഹ്. എന്ത് രോഗമുണ്ടെങ്കിലും നീ ശരിയാക്കി കൊടുക്കണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. സ്നേഹത്ത് നൽകണേ അല്ലാഹ്. ശിഫ നൽകണേ അല്ലാഹ്. സലാമത്ത് നൽകണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. കാമിലായ ശിഫ നൽകണേ അല്ലാഹ്. കാമായ ശിഫ നൽകണേ അല്ലാഹ്. വിരാമത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉമ്മമാരെ പൊരുത്തം രണ്ട് ലോകത്തിന് നൽകണേ അല്ലാഹ്. ഉമ്മമാരെ പൊരുത്തം നീ നൽകണേ അല്ലാഹ്. ഉസ്താദുമാരെ പൊരുത്തം നൽകണേ അല്ലാഹ്. യാ അല്ലാഹ് എല്ലാ മഹാന്മാരെ പൊരുത്തം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. യാ അല്ലാഹ് ഇജാബത്ത് നൽകണേ അല്ലാഹ്. ഇജാബത്ത് നൽകണേ അല്ലാഹ്. യാ അല്ലാഹ് യാ അല്ലാഹ് ഈ ദുആ കഴിഞ്ഞ് ഈ സദസ്സ് കഴിഞ്ഞ് ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് നിർമ്മലികളായ സഹോദരിമാരുടെ വിഷയത്തിൽ റബ്ബേ കുടുംബങ്ങൾ പറഞ്ഞു തന്നു ഇത് രാവിലെ ഞങ്ങളുടെ പത്രനോടികളവർ പങ്കെടുത്തതാണ് അല്ലാഹ്. ഇന്നത്തെ കഴിഞ്ഞു കഴിഞ്ഞ് നാളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞവര് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് സുഖപ്രസവം നൽകി അല്ലാഹ്. ഒരു വിഷമം നീ നൽകല്ല അല്ലാഹ്. മഹത്തായി പ്രസവം നടന്ന് കേൾക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർ ഈ സദസ്സിലുണ്ട് അല്ലാഹ്. അല്ലാഹ് നീ നല്ല മക്കൾ നൽകുക അല്ലാഹ്. അവർക്ക് ആ മക്കളുമായി അല്ലാഹ് ഈ സദസ്സിൽ വരാൻ നീ തൗഫീഖ് നൽകുക അല്ലാഹ്. കൊണ്ട് തൗഫീഖ് നൽകുക അല്ലാഹ്. ഇജാബത്ത് നൽകുക അല്ലാഹ്. യാ അല്ലാഹ് ഈ സ്റ്റേജിൽ നീ സദസ്സിൽ വന്നേക്കുമല്ല അല്ലാഹ്. മക്കളില്ലാതെ വർഷങ്ങളോളം വിഷമിത്ത് യാ അല്ലാഹ് പിന്നീട് അല്ലാഹ് ബദരീകളെ മനസ്സിലാക്കി ബദരീത്ത് നൽകി ദുആ ചെയ്തതിന്റെ ഫലമായി അല്ലാഹ് മക്കളെ ലഭിച്ചത് അല്ലാഹ്. ആ മക്കളെ ഈ വർഷം അല്ലാഹ് എഴുതിയൊക്കെ ചേർത്തത് അല്ലാഹ് നല്ല തൗഫീഖുള്ള മക്കളാക്കണേ അല്ലാഹ്. കഴിഞ്ഞ സദസ്സ് കഴിഞ്ഞപ്പോയി അല്ലാഹ് വർഷങ്ങൾ കഴിഞ്ഞ് മക്കളില്ലാത്ത കുടുംബം മക്കളുണ്ടായി ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല അല്ലാഹ്. യാ അല്ലാഹ് യാ റസ്സാഖ് യാ അല്ലാഹ് യാ വഹ്ഹാബ് യാ അല്ലാഹ് യാ റസ്സാഖ് യാ അല്ലാഹ് യാ വഹ്ഹാബ് യാ അല്ലാഹ് യാ റസ്സാഖ് യാ അല്ലാഹ് യാ വഹ്ഹാബ് യാ അല്ലാഹ്. കല്യാണം കഴിഞ്ഞ് അല്ലാഹ് വർഷങ്ങളായി മക്കളില്ലാത്തവർ നല്ല മക്കളെ നൽകി അല്ലാഹ്. നല്ല മക്കളെ നൽകി അല്ലാഹ്. യാ അല്ലാഹ് യാ അല്ലാഹ്. ഞാൻ കുടുംബങ്ങളുടെ ദിവസങ്ങളായി വീട്ടുകാരെ